നമ്മുടെ കാർഡ് എന്ന് പറയുന്ന പ്ലേയിങ് കാർഡും അതിന്റെ എണ്ണത്തെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇപ്പം +1 +2 കുട്ടികൾക്കും ഹയർ സ്റ്റഡീസിനുള്ള കുട്ടികൾക്കും പിന്നെ PSC പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെട്ടതാണ്. കാർഡിന്റെ എണ്ണമാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പൊ നമ്മളിപ്പോ കാർഡ് എന്ന് പറയുന്ന ആള് ഒരു കാർഡ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. എയ്സ് എന്ന് പറഞ്ഞ കാർഡ്. ഒരു കാർഡ് എടുത്താൽ കാർഡിന് 3 പ്രോബബിലിറ്റി ഉണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിന്റെ ഡിസൈൻ എന്ന് പറയും, സോറി, കാർഡിന്റെ കളർ എന്ന് പറയും. കളറാണ് ഒന്നാമത്തെ, കാർഡിന്റെ കളർ. അപ്പൊ ഈ കളർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിപ്പോ നമ്മുടെ എയ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് എടുത്തിരിക്കുന്നത്. ഒരു വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് കാർഡ്സ് എടുത്താൽ, ഒരു കുത്തി ചീട്ട് എടുത്താൽ ഈ 4 എയ്സ് ആണ് കാണുന്നത്. അതില് ഒന്നാമത്തെ കാർഡ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാർഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ഏത് കളറാണ്? അത് റെഡ് കളറാണ്. ആ കാർഡ് ഉണ്ടോ? രണ്ടാമത്തെ ഈ വന്നിരിക്കുന്ന ലാസ്റ്റ് കാർഡ് എന്ത് തന്നെയാണ്? അതും റെഡ് ആണ്. അപ്പൊ അത് രണ്ടും റെഡ് ഡിസൈൻ ആണ്. നടുക്ക് വന്നിരിക്കുന്ന കളറാണ്, ഈ വന്നിരിക്കുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഈ കാർഡിലേക്ക് നോക്കിയാൽ ഇതാരാണ്? അത് ബ്ലാക്ക് കാർഡാണ്. ഇതും എന്ത് തന്നെയാണ്? ബ്ലാക്ക് കാർഡാണ്. അപ്പൊ രണ്ട് കളർ കോമ്പിനേഷൻ ആണ് ഇതിലുള്ളത്. അപ്പൊ കളർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കളർ മാത്രമാണ്? ബ്ലാക്ക് എന്ന് പറയുന്നതും റെഡ് എന്ന് പറയുന്നതുമാണ് രണ്ട് കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കളർ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താണ്? ഈ വന്നിരിക്കുന്ന ഡിസൈൻ. അന്ന് അടുത്ത ഡിസൈൻ നോക്കി, എന്ത് ഡിസൈനാണ്? അതിനെ സ്യൂട്ട് എന്നും പറയാറുണ്ട്. അത് ഏത് ഡിസൈനാണ്? അത് ഹേർട്ട് എന്ന് പറയുന്ന ഡിസൈനാണ്. ഹാർട്ട് ആണ് ആ ഡിസൈൻ, അല്ലെ? അപ്പൊ നമുക്ക് ആ ഡിസൈനുകളെ കുറിച്ച് പറയാം. നമ്മൾ നേരത്തെ എടുത്ത കാർഡ് തന്നെ നമുക്ക് ഉണ്ടോ? ഇവിടെ 4 കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഈ ഡിസൈനിന്റെ പേരെന്താ? ആ ഡിസൈനിന്റെ പേരെന്താണ്? അതാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അത് റെഡ് കളറാണ്. അതിന്റെ പേര്, ഡിസൈനിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് എന്ന് പറയണം. രണ്ടാമത്തെ എന്തുവാണത്? ഇതിനെ സ്പെയ്ഡ് എന്ന ഡിസൈൻ നെയിമാണ് പറയുന്നത്. ഇതിന്റെ പേരാണ് സ്പെയ്ഡ്. അപ്പൊ സ്പെയ്ഡ് എന്ന് പറയുമ്പോൾ ആ ഡിസൈൻ മനസ്സിലുണ്ടാണ്, അതിന്റെ കളർ ഉണ്ടാണ്. മൂന്നാമത് ഈ വന്നിരിക്കുന്ന ആളുടെ പേരെന്താണ്? ക്ലബ് കാർഡ് എന്നാണ് പറയുക. നമ്മൾ ക്ലാവർ എന്നൊക്കെ പറയും, അത് അങ്ങനെയല്ല, ക്ലബ് എന്നാണ് പറയേണ്ടത്. ഈ നാലാമത് വന്നിരിക്കുന്ന കാർഡ് എന്താണ്? അതിന്റെ പേര് ഡയമണ്ട് എന്നാണ്. ഉണ്ടോ? അപ്പൊ ഡിസൈൻ പറയുമ്പോൾ അഥവാ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 തരത്തിലാണ്: ഹാർട്ട്, സ്പെയ്ഡ്, ക്ലബ് ആൻഡ് ഡയമണ്ട്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പഴയതിൽ വരാം. കളർ പറഞ്ഞു, ഡിസൈൻ പറഞ്ഞു. ഇനി ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. എന്താണ്? കാർഡ് നെയിം എന്ന് പറയുന്നത്. ആ എയ്സ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കാർഡിന് പേരുണ്ട്. കാർഡിന്റെ പേര് നമുക്ക് പലതരത്തിലുണ്ട്. നമുക്കത് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ ഒരു വെൽ ഷഫിൾഡ് ഡെക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാർഡിനെയും ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വന്നിരിക്കുന്ന ഈ കാർഡാണ്. ഇതാണ് കാർഡിന്റെ പേര്. ഉണ്ടോ? എന്താണ് അവിടെ? അവിടെ എ എന്ന് പറയുന്ന ഒരു കാർഡ്, എയ്സ് ഉണ്ട്. ഉണ്ടോ? ഇത് എയ്സ് ഉണ്ട്. ക്യൂ എന്ന് പറയും, കെ ഉണ്ട്, ക്യൂ ഉണ്ട്, ജെ 10 9 8 7 6 5 4 3 2. ഇത്രയും കാർഡാണ് കാർഡിന്റെ പേരുകൾ. എ എന്ന് പറയുമ്പോൾ എയ്സ്, കെ എന്ന് വെച്ചാൽ കിങ്, ക്യൂ എന്ന് വെച്ചാൽ ക്വീൻ, ജെ എന്ന് വെച്ചാൽ ജാക്ക്, പിന്നെ 10 9 8 7 6 5 4 3 2. ഇത്രയും കാർഡ് നെയിംസ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കി, ഏത് കാർഡ്, ഇപ്പൊ എയ്സ് എന്ന് പറഞ്ഞ കാർഡ് ഞാൻ എടുത്തുകൊണ്ട്, എയ്സ് എന്ന് പറഞ്ഞ കാർഡ് എത്ര ഉണ്ട്? ഇവിടെ എത്ര ഉണ്ട്? ഉണ്ടോ? ഈ എയ്സ് നോക്കിക്കേ, ഇവിടെ 1 2 3 4, എല്ലാ കാർഡുകളും 4 വീതം ഉണ്ട്. എയ്സ് എടുത്താലും, കിങ് എടുത്താലും, ക്വീൻ എടുത്താലും, ജാക്ക് എടുത്താലും, ഇത് നമ്പർ കാർഡ് എടുത്താലും എല്ലാം 4 വീതമുണ്ട്. 13 തരത്തിലെ കാർഡുകളുണ്ട്. 13 തരത്തിലെ കാർഡുകൾ 4 വീതമുണ്ട്. അങ്ങനെ 52 കാർഡുകളാണ് നമുക്ക് ആകെയുള്ളത്. ഇനി നമ്മൾ കാർഡുകളുടെ എണ്ണത്തെ കുറിച്ച് പറയാൻ വേണ്ടി, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. കാർഡുകളുടെ എണ്ണം എങ്ങനെയാണ് വരിക നോക്കിക്കൊള്ളുക. ഞാൻ ഇനി പറയുന്നത്. അപ്പൊ ടോട്ടൽ കാർഡുകൾ എത്ര? നമ്മളിപ്പോ പറഞ്ഞു 13 തരത്തിലെ അല്ലെ കാർഡ് നെയിംസ് ഉണ്ട്. ആ 13 തരത്തിലെ കാർഡുകൾ 4 വെച്ചുണ്ട്. അങ്ങനെ 13 4 52 കാർഡുകൾ. അപ്പൊ ടോട്ടൽ കാർഡ് നമ്പർ എന്ന് ചോദിച്ചാൽ 52 കാർഡുകൾ വേണം. പ്രോബബിലിറ്റി ഒക്കെ പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന NS ഒക്കെ ചെയ്യുന്നത് ഈ 52 വെച്ചിട്ടാണ്. അപ്പൊ ടോട്ടൽ കാർഡ് നമ്പർ 52. ഈ 52-ൽ 2 കളറാണുള്ളത്, അല്ലെ? ആ 52-ൽ നേർ പകുതി 26 ബ്ലാക്ക് കാർഡാണ്. ആ ബ്ലാക്ക് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഡിസൈൻ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ സ്പെയ്ഡും ക്ലബും അതിൻ്റെ അകത്താണ് വരുന്നത്.
ഇതുപോലെ തന്നെ ബാക്കി 26 കാർഡ് എന്താണ്? റെഡ് കളറാണ്. അത് ഏതൊക്കെ ഡിസൈൻസ് വരുന്നതാണ്? ആ ഡയമണ്ട് എന്ന് പറയുന്ന ഡിസൈനും പിന്നെ ഹാർട്ട് എന്ന് പറയുന്ന ഡിസൈനും വരുന്നു. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യത്തിൽ 52 കാർഡ് ആകെ. കളറിന്റെ അടിസ്ഥാനം ചോദിച്ചാൽ 26 ബ്ലാക്ക്, 26 റെഡ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എങ്ങനെ റെഡ് കാർഡ് എന്ന് കേട്ടാൽ ആ 26 റെഡ് കാർഡ് എന്നാണ്. റെഡ് കാർഡ് എന്ന് കേട്ടാൽ 26 എന്ന എണ്ണം മനസ്സിൽ വരണം. ഇനി വീണ്ടും ആ റെഡ് എന്ന് പറയുന്ന ആൾക്ക് രണ്ട് തരത്തിലുള്ള ഡിസൈൻ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ 26ന്റെ നേർപകുതി എത്രയാ? 13. ആ 13 26 കാർഡ് ബ്ലാക്ക് എന്ന് പറയുന്നതിൽ 13 കാർഡ് എന്തായിരിക്കും? സ്പെയ്ഡ് ആയിരിക്കും. സ്പെയ്ഡ് എന്ന് വെച്ചാൽ ഈ ഡിസൈൻ ആണ് സ്പെയ്ഡ് കണ്ടോ. ഇനി വീണ്ടും ബാക്കിയുള്ള 13 കാർഡ് ഉണ്ട്. ആ 13 കാർഡ് ആരായിരിക്കും? അത് ക്ലബ്ബ് കാർഡ് ആയിരിക്കും. ഏത് ഡിസൈനാണ്? ഇങ്ങനെ ഇരിക്കുന്ന ഡിസൈൻ കണ്ടോ. ഇതുപോലെ റെഡ് എന്ന് പറയുന്ന 26 കാർഡ്, അവിടെയും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റെഡിലും രണ്ട് ഡിസൈൻസ് ഉണ്ട്. ഏതാണ്? ആദ്യം 13 ഡിസൈൻസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഡിസൈൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വീണ്ടും ഒരു 13 കൂട്ടുണ്ട് അല്ലെ. ആ 13 ആരായിരിക്കും? അത് ഡയമണ്ട് എന്ന് പറയുന്ന ഡിസൈൻ ആണ്. ഡയമണ്ട് എന്ന് പറയുന്ന ഡിസൈൻ ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കാർഡിന്റെ ടോട്ടൽ കാർഡ് നമ്പർ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ സ്പെഷ്യൽ ആയിട്ടൊരു സെക്ഷൻ കൂടെ പഠിപ്പിക്കുകയാണ്. അത് നോക്കിയിരുന്നോ? അതെന്താണെന്ന് നോക്കിക്കോണം. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ എയ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഇപ്പം ഒരു കാർഡ് നെയിം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി പറയുക? കാർഡ് നെയിം പറയുമ്പോൾ അവിടെ പ്രോബബിലിറ്റിയുടെ എണ്ണം വരുന്നത് എങ്ങനെയാണ്? കോമ്പിനേഷൻ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക? ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ രണ്ട് കാർഡുകൾ റെഡ് കളറിലാണ്, രണ്ടെണ്ണം ബ്ലാക്ക് ആണ്. ആകെ 4 എയ്സ് ആണ്. ഇപ്പൊ എയ്സ് ആയാലും കിങ് ആയാലും ക്യൂൻ ആയാലും ജാക്ക് ആയാലും നമ്പർ കാർഡുകളുടെ പേര് പറഞ്ഞാൽ ഒക്കെ 4 ഉണ്ടാവും. ആ 4 രണ്ടെണ്ണം ആരാണ്? റെഡ് കളറിലാണ്, രണ്ടെണ്ണം ബ്ലാക്ക് ആണ്. ഇനി ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ഹാർട്ട് ആണ്, ഒരെണ്ണം സ്പെയ്ഡ് ആണ്, ഒരെണ്ണം ക്ലബ് ആണ്, ഒരെണ്ണം എന്താണ്? ഡയമണ്ട് ആണ്. ഇത് നമുക്കൊന്നും കൂടെ പ്രസന്റ് ചെയ്ത് നോക്കാം. നമ്മൾ പറയണേ ഏത് കാർഡ് നെയിം പറഞ്ഞാലും കേട്ടോ. അപ്പം ഞാനിവിടെ എയ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എയ്സിന് പകരം കിങ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഏത് കാർഡ് നെയിം പറഞ്ഞാലും ആകെ എത്ര കാർഡ് ഉണ്ടാവും? 4 കാർഡ് ഉണ്ടാവും. 4 കാർഡിൽ രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ബ്ലാക്ക് കളർ ആയിരിക്കും. അതിൽ രണ്ട് ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈൻസ് രണ്ടുണ്ട്. ഈ രണ്ട് ബ്ലാക്ക് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ. അതിൽ ഒരെണ്ണം എന്തായിരിക്കണം? സ്പെയ്ഡ് ആയിരിക്കണം. പിന്നെ ഒരെണ്ണം എന്തായിരിക്കണം? ക്ലബ് ആയിരിക്കണം. നമ്മളിപ്പോ പറഞ്ഞോളൂ. ആ നേരത്തെ പറഞ്ഞ സെയിം ഫോർമാറ്റ് തന്നെ. അപ്പം ബ്ലാക്ക് കാർഡ് രണ്ടെണ്ണം, അതിൽ ഒരെണ്ണം സ്പെയ്ഡ്, ഒരെണ്ണം ക്ലബ്. ഇനി റെഡിലും എങ്ങനെ തന്നെ രണ്ട് ഡിസൈൻ ഉണ്ട്. നേർപകുതിയായ ഒന്ന് അല്ലെ, എന്താണ്? ഹാർട്ട് ആണ്. പിന്നെ ഒരെണ്ണം എന്താണ്? ഡയമണ്ട് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു? ഏത് കാർഡ് നെയിം പറഞ്ഞാലും 4 എണ്ണം അല്ലെ. ഇപ്പൊ ഇവിടെ പറയുമ്പോൾ ഓർത്തിരിക്കണം, ബ്ലാക്ക് കാർഡ് എന്നായിരിക്കില്ല പറയുന്നത്, ബ്ലാക്ക് കിങ് അല്ലെങ്കിൽ റെഡ് ക്വീൻ, അങ്ങനെ കാർഡിന്റെ പേര് ചേർത്തായിരിക്കും പറയുന്നത്. അങ്ങനെ കാർഡിന്റെ പേര് ചേർത്ത് പറയുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ ബ്ലാക്ക് കാർഡ് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 26 എടുക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കിങ് അല്ലെങ്കിൽ ബ്ലാക്ക് എയ്സ് അല്ലെങ്കിൽ റെഡ് എയ്സ് അല്ലെങ്കിൽ ഡയമണ്ട് കിങ്, അങ്ങനെയൊക്കെ കാർഡിന്റെ പേരിൽ അവസാനിക്കുമ്പോഴാണ് ഇവിടെ എടുക്കുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ എങ്ങനെയാണ്? 4 എയ്സിന്റെ കാര്യമാണെങ്കിൽ 4 എയ്സ്, അതിൽ 2 ബ്ലാക്ക് എയ്സ്, 2 റെഡ് എയ്സ്. കണ്ടോ? സ്പെയ്ഡ് എയ്സ് എത്ര ഒരെണ്ണം കണ്ടോ? സ്പെയ്ഡ് എയ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ താഴെ നോക്കിയിട്ട് സ്പെയ്ഡ് എയ്സ് എന്ന് പറഞ്ഞ ഇവിടെ കണ്ടോ? സ്പെയ്ഡ് എയ്സ് ആണ് കണ്ടോ? ഇനി ഡയമണ്ട് എയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് കണ്ടോ? അങ്ങനെയാണ് നമ്മൾ പറയുക, എണ്ണം പറയുക. അതോടെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിനി ഇത് പഠിച്ച കാര്യത്തിനെ ഒന്ന് നമുക്ക് കൊണ്ടുവരാം. നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ഈ രണ്ടെണ്ണം പഠിച്ചു. ഇതെങ്ങനെയാണ് ഇത് പറയുക? ഇവിടെ നമ്മൾ പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്ന കാർഡ് വെച്ചിട്ടാണ് ഇത് പറയുക. ടോട്ടൽ കാർഡ് 52, ബ്ലാക്ക് കാർഡ് എന്താ 26, റെഡ് കാർഡ്, സ്പെയ്ഡ്. ജനറൽ ആയിട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് പറയാം, എല്ലാം ഇവിടെ എടുക്കാം. ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണ്? കാർഡ് ടോട്ടൽ കാർഡ് 52, ബ്ലാക്ക് കാർഡ് എന്ന് കേട്ടാൽ 26, റെഡ് കാർഡ് എന്ന് കേട്ടാൽ 26, ഡയമണ്ട് എന്ന് കേട്ടാൽ 13. അവിടെ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ ജനറൽ ആയിട്ട് പറയുമ്പോഴൊക്കെ ഈ സെക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. കിട്ടിയോ? ഇനി ഇങ്ങോട്ട് വരുന്ന എപ്പോഴാണ്? ഇവിടെ നമ്മൾ പറയും കിങ് എന്നോ അങ്ങനെ ഏതെങ്കിലും പേരുകളൊക്കെ പറയും. ഇപ്പൊ കെ എന്ന് പറയുന്ന കാർഡ്, കിങ് എന്ന് പറയുന്ന കാർഡ്,
എത്ര എണ്ണം ഉണ്ടാകെ? 4 എണ്ണം. അവിടെ ടോട്ടൽ അല്ല ചോദിക്കുന്നത്, 4 കാർഡ്. ഇനി എന്താ, ബ്ലാക്ക് കിങ് എത്ര എണ്ണം ഉണ്ട്? 2. അവിടെ ബ്ലാക്ക് കാർഡ് എന്നല്ല, ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വരും, ബ്ലാക്ക് കിങ് എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ വരും. ഉണ്ടോ? അങ്ങനെയാണ്. അപ്പൊ കാർഡിന്റെ നെയിം വെച്ചിട്ടായിരിക്കും ഇവിടെ പറയുക, ഇവിടെ പറയുന്നത് ടോട്ടൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എപ്പോഴും ടോട്ടൽ ആണ്, ഇവിടെ കാർഡ് നെയിം ആണ്. അങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുക. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരും. ഈ 3 കാർഡുകളെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുക. ഏതൊക്കെയാണ്? കിങ് എന്ന് പറയുന്ന ഒരു കാർഡ്, പിന്നെ ക്യൂൻ എന്ന് പറയുന്ന, പിന്നെ ജാക്ക്. അങ്ങനെ ഈ 3 കാർഡുകളെയാണ് ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എല്ലാ കാർഡുകളും 4 കാർഡുകൾ വീതമുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഏത് കാർഡ് എടുത്താലും 4 എണ്ണം വീതമുണ്ട് എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ കെ എന്ന് പറയുന്ന കിങ് ഒരു 4 കാർഡ് ഉണ്ടാവും, ക്വീനും 4 കാർഡ് ഉണ്ടാവും, ജാക്ക് 4 കാർഡ്സ് ഉണ്ടാവും. അപ്പം ആകെ ഫേസ് കാർഡ്സ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ പറയാം, 4 4 4 12 ഫേസ് കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആകെ ഫേസ് കാർഡ്സിന്റെ എണ്ണം ചോദിച്ചാൽ 12 എണ്ണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ആരാണ്? എയ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പഠിച്ചു. എയ്സ് എന്ന് പറഞ്ഞ എന്താ? എ എന്ന് പറഞ്ഞ എഴുതി കാണിച്ചില്ലേ, ആ കാർഡ് എത്രണ്ണമുള്ളത്? അത് 4 എണ്ണമാണ്. പിന്നെ ഈ ഫേസ് കാർഡ്സും എയ്സും കഴിഞ്ഞാൽ പിന്നെയുള്ള 10, 9, 8 അങ്ങനെ വന്നിരിക്കുന്ന 2 വരെയുള്ള 9 തരത്തിലെ കാർഡ്സ് ഉണ്ട്. ആ കാർഡുകൾ പറഞ്ഞ പേരാണ് നമ്പർ കാർഡ്സ്. അത് 9 എണ്ണം ഉണ്ട്. 9 തരത്തിലെ നമ്പർ കാർഡ്സ്, എല്ലാം 4 എണ്ണം വീതം. അങ്ങനെ 9 4 36 എണ്ണം അവിടെ വരും. അപ്പൊ ഫേസ് കാർഡ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 12 എന്ന എണ്ണം മനസ്സിൽ കൊണ്ടുവരണം. നമ്പർ ഓഫ് എയ്സ് അഥവാ എയ്സ് എന്ന് പറഞ്ഞ കാർഡ് ആണെങ്കിൽ 4 എണ്ണം. നമ്പർ ഓഫ് നമ്പർ കാർഡ്സ് എന്ന് പറഞ്ഞാൽ 36 എന്ന് പറയും. ഉണ്ടോ? ഇനി നമ്മൾ ഈ ഡിസൈൻ ഇല്ലേ, ഡിസൈൻ എന്ന് പറയുന്ന ആൾക്ക് മറ്റൊരു പേരുണ്ട്, സൂട്ട്. ഉണ്ടോ? അത് സൂട്ട്സ് എന്ന് പറയും, സെയിം സൂട്ട് എന്ന് പറയും. അപ്പൊ സെയിം സൂട്ട് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സെയിം ഡിസൈൻ എന്നർത്ഥം. ഉണ്ടോ? ഈ ഡിസൈനുകളെ ഡിസൈൻസ് എന്നും പറയും, സൂട്ട് എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് കാർഡിൽ അറിയേണ്ടത്. ഈ കാർഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. ഈ എണ്ണങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഖ്യകൾ, ആ എണ്ണം കൃത്യമായി പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. നമുക്കിത് വീണ്ടും വീണ്ടും വേറെ വീഡിയോസ് ഇടാനായിട്ടുള്ളതാണ്.